നമ്മളിന്ന് വെരിഫൈ ചെയ്യാൻ പോകുന്നത് വരുൺ ബിവറേജസിൻ്റെ ചാർട്ടാണ്. അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ മന്ത്ലി ചാർട്ടിന് എടുത്ത് വെച്ചിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചു നോക്കി. പക്ഷേ ഇത് എത്രമാത്രം ആക്യുറേറ്റ് ആണ് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റീപ്പായിട്ട്, അല്ലെങ്കിൽ ഇത് ഈ ഒരു ലൈൻ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ലൈൻ എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ ഈ ലൈൻ നേരെ കളയുകയാണ്. കാരണം എൻ്റെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ലോജിക്കിന് ചെറിയൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ മീൻസ് ലോജിക്കായിട്ട് അങ്ങോട്ട് അത്ര മാച്ച് ആകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ട്രെൻഡ് ലൈൻ ഞാൻ അവിടെ മാറ്റി വെച്ചു. പക്ഷേ നമുക്ക് ഇതൊരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കേസാണ്. മന്ത്ലി ചാർട്ടാണ്, ഒറ്റ നോട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് കൃത്യമായ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ, അല്ലെങ്കിൽ ബുള്ളിഷ് രീതിയിൽ തന്നെ മുന്നേക്ക് കയറിപ്പോവുകയാണ്. പക്ഷേ 2024 ആദ്യ ഘട്ടത്തിൽ ഇത് വന്നിട്ട് ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കിവിടെ കൃത്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ, വലിയ ഇപ്പം ട്രെൻഡ് ലൈനൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല, നമുക്കിവിടെ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഞാൻ നേരെ വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു. വീക്ക്ലി ചാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഒന്നുകൂടെയും പിക്ചർ ക്ലിയറായി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് 2024 ഫെബ്രുവരി മാസത്തിൽ ഈ ഒരു റേഞ്ചിലേക്ക് വന്നതാണ്. ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പലതവണ ഇത് ശ്രമിച്ചെങ്കിൽ പോലും ഈ ഒരു ഒറ്റ ഒരു പോയിന്റിൽ നിന്നിട്ട് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഈ ബോക്സ് വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടെ ഒന്ന് റെസിസ്റ്റൻസ് അടിച്ചു, ഇവിടെ നേരെ തിരിച്ചു, റിവേഴ്സൽ വന്നു, തിരിച്ചു അതേ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കി, നടന്നില്ല. വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറി, പക്ഷേ റെസിസ്റ്റൻസിൽ ചെന്ന് മുകളിൽ അടിച്ച് നേരെ താഴെ വന്നു. ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ നടുക്ക് വരച്ചിരിക്കുന്ന ഈ ഒരു ബോക്സാണ് ഇതിൻ്റെ കൺട്രോൾ പോയിൻ്റായിട്ട് വരുന്നത്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഫിക്സഡ് റേഞ്ച് വോളിയം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു നിൽക്കുന്ന പോയിൻ്റാണ് അതിൻ്റെ കൺട്രോൾ പോയിൻ്റ് എന്ന് പറയുന്നത്. കൺട്രോൾ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിലായിരിക്കും ഏറ്റവും അധികം ട്രേഡുകൾ ഈ ഒരു പോയിന്റിലായിരിക്കും നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കൺട്രോൾ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും അതിൻ്റെ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഏകദേശം 14% നിലവിൽ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഇവിടുന്ന് തന്നെ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് എത്രയാണ്, ഒരു 9-10% മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ഒരു ഡൗൺഫോൾ വരാൻ ഇനി സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ ഈ ഡൗൺഫോൾ വരുന്ന ഈ ഒരു ഏരിയയിൽ 10% താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ലെവൽ ആ സൈഡിലുണ്ടാവും. അവിടുന്ന് തന്നെ സപ്പോർട്ട് എടുക്കാനാണ് കൂടുതൽ സാധ്യത. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഇതനുസരിച്ച്, എൻ്റെ ഒരു പേഴ്സണൽ അനാലിസിസ് പ്രകാരം ഇത് ഈ ഒരു ലെവലിൽ താഴേക്ക് പോകാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറായിട്ട് ഇതിൻ്റെ റിസൾട്ടുകളാണെങ്കിലും, ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അത്യാവശ്യം നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാർട്ടറിലെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല റിസൾട്ടുകളൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുമാത്രമല്ല, ഈ കമ്പനി ആണെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും അറിയാം, പെപ്സിയുടെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിസിനസ്സും നമുക്ക് ഇതിൻ്റെ ഫണ്ടയിലോട്ടൊക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ സെയിൽസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമുക്ക് കുറേ ന്യൂസുകളെല്ലാം എയറിൽ നിൽപ്പുണ്ട്. ഈ പറയുന്ന പോലെ ഇത് ആഫ്രിക്കൻ സെക്ടേഴ്സിൽ കുറേ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണമെന്നുള്ള കുറേ ന്യൂസുകളൊക്കെ നടക്കുന്നുണ്ട്. സോ അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ നല്ല ബയേഴ്സ് നല്ല അപ്പർ ഹാൻഡ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാത്ത ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എങ്ങനെയാണോ പ്രൈസ് ഇവിടേക്ക് എത്തിപ്പെട്ടത് അതേ രീതിയിൽ തന്നെ മുകളിലേക്ക് തന്നെ ഇത് പറക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്റ്റഡീസ് കാര്യങ്ങൾ നടത്തുക, അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്ത് നിങ്ങളുടെ ലോജിക്കുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ട്രേഡും കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. ഇത് ഷോർട്ട് ടൈമിലേക്ക് ഈ ഒരു 14% പിടിക്കാൻ വേണ്ടി ഷോർട്ട് ടൈമിലേക്ക് നോക്കാം. അതുകൂടാതെ ലോങ് ടൈമിലേക്കാണെങ്കിലും ബെസ്റ്റ് സ്റ്റോക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അത് ഫണ്ടാ വൈസ് ആണെങ്കിലും ചാർട്ട് വൈസ് ആണെങ്കിലും. താങ്ക്